ഹലോ ഗോയ്സ്. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയായി കണ്ണാടിയും നോക്കി നിൽക്കുന്നത് തന്നെയാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ പോയി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ സ്ഥിരം വണ്ടി വന്നത്. എന്നും ഈ കാഴ്ച നമുക്ക് സ്ഥിരമാട്ടോ, എയർപോർട്ട് നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ പഴയ സുന്ദരിയെ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചത്. അപ്പോൾ സുന്ദരിയെ തന്നെ വീഡിയോ എടുത്തേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാന്ന് വെച്ചാൽ ഇവള് കുറച്ച് കാലമായിട്ട് കിടപ്പിലാണ്. ചൈനക്കാരെ കണ്ടുപിടുത്തമായതുകൊണ്ട് തന്നെ 6 മാസത്തിൽ കൂടുതൽ വാറണ്ടി ഉണ്ടാവില്ലല്ലോ. ഞാൻ 1.5 കൊല്ലം മുന്നേ വന്ന് ആദ്യമായിട്ട് ഓടിക്കുന്ന വണ്ടി ഇതാ. ഇപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ഒരു കൈ നോക്കിയാൽ നമ്മൾ ഓടും. പക്ഷെ ഇപ്പം എന്തോ കട്ടപ്പുറത്താണ്. അത് കഴിഞ്ഞിട്ട് വന്ന വണ്ടിയാണ് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിയും പറഞ്ഞ പോലെ 6 മാസത്തിന് ശേഷം ടോട്ടൽ ലോസായിട്ട് കിടക്കണം. വേണമെന്ന് വിചാരിച്ചാൽ ഈ വണ്ടി നന്നാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ 2 സുന്ദരിമാരെയും കണ്ട് ഞാൻ നേരെ സ്റ്റോറിലോട്ട് നടക്കാം. ഇവിടെ ഇപ്പം നല്ല ചൂടാട്ടോ. ഒരു 42 ഡിഗ്രിയെങ്കിലും കാണും, ചില സമയം അതിലും കൂടും. അപ്പോൾ എൻ്റെ സ്ഥിരം കുപ്പിയായിട്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പുതിയ സുന്ദരി മുന്നേ ഇരിക്കുന്നു. അപ്പോൾ ബാക്കി 2 സുന്ദരിമാരെയും കുറിച്ച് പറഞ്ഞിട്ട് ഇവളെക്കുറിച്ച് പറയായിരുന്ന മോശമല്ലേ? കുറച്ചൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തട്ടിമുട്ടി എടുത്ത ആൾ റെഡിയാ. പിന്നെ ഈ വണ്ടി തന്നെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ നമുക്ക് ലൈസൻസ് ഇല്ലാതെ ആകെ ഓടിക്കാൻ പറ്റുന്ന ഈ വണ്ടി മാത്രം. പിന്നെ ഇതിന് നല്ലൊരു അൺലോഡിങ് ഫീച്ചർ കൂടെ ഉണ്ട്. ഏകദേശം ഒരു 100-110 കിലോ വരെ പൊക്കാനുള്ള കെൽപ്പ് ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. വെറും ഇലക്ട്രിക് വണ്ടിയാണ്, എന്നാലും അതിന് ഹെവി കപ്പാസിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്റ്റോറേജ് സ്പേസും ഉണ്ട്. പോരാത്തതിന് ഇന്ന് ചാർജ് ചെയ്താൽ 2 ദിവസം ചാർജും നിൽക്കും. പിന്നെ ഈ വണ്ടിക്ക് നല്ലൊരു അൺലോഡിങ് ഫീച്ചർ കൂടെ ഉണ്ട് കേട്ടോ. അതേപോലെ നമ്മളിപ്പോൾ ലോഡ് ചെയ്ത സാധനങ്ങൾ ഇറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ലത്തീഫ്. കമ്പനിയിൽ പുതിയ ആളാണ്, അടിപൊളി മനുഷ്യനാണ് കേട്ടോ. ദുബൈയിലൊക്കെ ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുള്ള ആളാണ്. 30 വയസ്സുണ്ട്, പക്ഷെ കണ്ടപ്പോൾ അറിയില്ല. അങ്ങനെ ലത്തീഫിനോടും കുറച്ച് കത്തി അടിച്ച് ഞാൻ നേരെ കയറാൻ നോക്കുന്നത് സ്റ്റോറിലോട്ടാണ്. എനിക്കും എന്തെങ്കിലുമൊക്കെ പണി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എൻ്റെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞാൻ നേരെ സുന്ദരി എടുത്തൊന്ന് റൈഡ് പോയി. സുന്ദരിയുടെ സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ നമ്മുടെ സുന്ദരിക്ക് 26 കിലോമീറ്റർ സ്പീഡുണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഗിയർ ടോപ്പ് ഗിയർ പിടിച്ചാൽ നേരെ ഒരു 47, 48, 50 കിലോമീറ്റർ വരെ കിട്ടും. ഞാൻ ഒരുപാട് ആലോചിച്ചു നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ ഉണ്ടാവുമായിരുന്നെങ്കിൽ. അപ്പോൾ ഗൾഫിൽ വന്നിട്ട് ആകെ കൂടെ ഫസ്റ്റ് ടൈം ഓടിക്കാൻ കിട്ടുന്ന ഈ വണ്ടി കേട്ടോ. അത്